ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും മറ്റ് ക്ലബ്ബുകളിലും നടത്തുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏതാണ്? ജൂൺ 5 പരിസ്ഥിതി ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്നാണ്, ഏത് വർഷമാണ് ആദ്യമായി ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആഘോഷിച്ചത്? ഉത്തരം 1973. 1973 ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത്. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷമേത്? സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷമേത്? സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷം 1972. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 1972. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: UNEPയുടെ പൂർണ്ണരൂപം എന്താണ്? UNEPയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. UNEPയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം. വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ അതായത് CFC പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ഫിൻലാൻഡ്. അതായത് CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഫിൻലാൻഡ് ആണ്. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ഏത്? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം: ഭൗമദിനമായി ആചരിക്കുന്നതെന്ന്? അതായത് വേൾഡ് എർത്ത് ഡേ എന്നാണ് ഭൗമദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഏപ്രിൽ 22. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഭൗമദിനത്തെ പറ്റി. അപ്പോൾ വേൾഡ് എർത്ത് ഡേ എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ഏപ്രിൽ 22. ചോദ്യം നമ്പർ 7: WWFന്റെ പൂർണ്ണരൂപം എന്താണ്? WWFന്റെ ഫുൾ ഫോം എന്താണ്? ഉത്തരം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. അതായത് WWFന്റെ ഫുൾ ഫോം ആണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം: പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഉത്തരം പച്ച നിറം. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പച്ച നിറം. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ WWFന്റെ പൂർണ്ണരൂപം പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു WWFന്റെ ചിഹ്നം എന്താണ്? ആ ഒരു WWFന്റെ സിമ്പൽ എന്ത്? WWFന്റെ ചിഹ്നം ഒരു ഭീമൻ പാണ്ടയാണ്. WWFന്റെ ഫുൾ ഫോം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതിന്റെ സിമ്പൽ കൂടി അറിഞ്ഞിരിക്കുക. അതിന്റെ ലോഗോ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സിമ്പലിന്റെ പേര് ഭീമൻ പാണ്ടയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ കിട്ടുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? അതായത് എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷമേത്? ഉത്തരം 1986. എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്, അതായത് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986.
അപ്പോൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയും ബാക്കിയുള്ള ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.